സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തമിറ്റുന്ന കണ്ണീരുറയുന്ന ചരിത്രം പേറാൻ വിധിക്കപ്പെട്ട മുസ്ലിം സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിവന്ന ഫ്രീഡം പരേഡ് നിരോധിക്കപ്പെട്ട സാഹചര്യത്തിലായിരുന്നു സ്വാതന്ത്ര്യം ജന്മാവകാശമെന്ന പ്രമേയമുയർത്തി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മേഖലാ റാലികൾ സംഘടിപ്പിച്ചത്. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന സ്വാതന്ത്ര്യം കപട രാജ്യസ്നേഹികൾക്കും സാമ്രാജ്യത്വ സാമന്തന്മാർക്കും തീരെഴുതി നൽകാൻ ഒരുക്കമല്ലെന്ന ഒരു ജനതയുടെ പ്രഖ്യാപനമായി റാലികൾ മാറി. പൂർവികർ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാവുന്ന ജനതയ്ക്ക് അത് നിഷേധിക്കപ്പെടുകയെന്നത് സഹിക്കാൻ കഴിയുന്നതല്ല തന്നെ. RSS സായുധ കവാത്തിനു മുന്നിൽ മുട്ടിലിഴയുന്ന അധികാരിവൃന്ദവും അമേരിക്കക്കാരന്റെ പിച്ചക്കാശിനു മുന്നിൽ ഓച്ചാനിക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും നിശ്ചല ദൃശ്യങ്ങളിൽ നിറഞ്ഞുനിന്നു. മലേഗാവ് സ്ഫോടനത്തിന്റെ ഇരകൾ പ്രതികളാക്കപ്പെട്ട ആധുനിക നീതിയുടെ ഹിന്ദുത്വ നേത്രങ്ങൾക്ക് ദൃശ്യഭാഷ തീർത്ത പ്ലോട്ടും മന്ത്രിമാർ ഓരോരുത്തരായി തിഹാർ ജയിലിലേക്ക് കുടിയേറുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ദുരവസ്ഥ വരച്ചുവെച്ച പ്ലോട്ടും ശ്രദ്ധേയമായിരുന്നു. വിവിധ വേഷധാരികളായ ഇന്ത്യൻ യുവത്വം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പതാകയുമേന്തി ഇന്ത്യയുടെ ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ അണിനിരന്ന് സാമൂഹ്യനീതി സമ്മേളനത്തിന്റെ ബാനറേന്തിയപ്പോൾ അത് നവംബർ 26-27 തീയതികളിൽ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നടക്കാനിരിക്കുന്ന സമ്മേളനത്തിന്റെ പ്രഖ്യാപനമായി. അണിയണിയായി ചുവടുവെച്ച വളണ്ടിയർമാരുടെ ഓരോ അടിവെപ്പും ഇടിമുഴക്കങ്ങളായിരുന്നു. മുസ്ലിം വിരോധത്തിന്റെ ആലകളിൽ ചുട്ടെടുക്കുന്ന കാരിരുമ്പുകൾക്കും തകർക്കാൻ കഴിയാത്ത കനത്ത കാൽവെപ്പുകൾ. മുന്നണി പോരാളികളായി വാരിയം കുന്നന്റെയും ലവക്കുട്ടിയുടെയും അത്തൻ കുരിക്കലുടെയും പിൻഗാമികൾ നെഞ്ചുറപ്പോടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി ഭയപ്പെടാനില്ലെന്ന സമുദായത്തിന്റെ ആത്മഹർഷമായിരുന്നു കേരളത്തിന്റെ 3 നഗരങ്ങളിൽ ഉയർന്നു കേട്ടതും ചടുലമായി ചുവടുവെച്ചതും. ബാരിക്കേഡുകളും അധികാരികളും നിരന്നു. ആരും എതിർത്തില്ല. ഒരു കോലാഹലവും ഉയർന്നില്ല. ഒരു പാഴ്വാക്കുപോലും ഒരു ഉദ്യോഗസ്ഥന്റെ നേർക്കും ആരും ഉപയോഗിച്ചുമില്ല. പതിനായിരങ്ങൾ വരുന്ന ആ ജനക്കൂട്ടം സ്വയം നിയന്ത്രിച്ചു. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 2010 റമദാനിലെ അബ്ദുൽ നാസർ മഅദിനെ അറസ്റ്റ് ചെയ്യാൻ മുന്നിൽ നിന്ന് അതേ ഹർഷിത അട്ടലൂരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയാണ് നമ്മൾ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങളെ തടുക്കുവാൻ കേരളത്തിലെ പോലീസിന് കഴിയുകയില്ല എന്നാണ് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയുന്നത്. ഈ ബാരിക്കേഡ് മാറ്റാൻ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്നാണ് വീണ്ടും എനിക്ക് പറയുവാനുള്ളത്. नया कारवां नया हिंदुस्तान है. മുന്നോട്ട് പോകാനുള്ള അവസരം നിങ്ങൾ നിഷേധിക്കരുത്. ഈ യുവജനത്തെ, ഈ യുവത്വത്തെ തടുത്തു നിർത്തുവാൻ നിങ്ങളുടെ ഫോഴ്സ് കൊണ്ട് കഴിയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഞാൻ പറയുന്നു, അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തകരോട് ഈ നിൽക്കാൻ
നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്ന പ്രവർത്തകരാണ് ഞങ്ങളുടേതെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഈ ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ബാരിക്കേഡ് മാറ്റാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണമെന്നും നിങ്ങളുടെ കാഞ്ചി നിങ്ങളുടെ തോക്കില് നിങ്ങൾ കുണ്ട നിറക്കാവുന്നതാണ്. മുകളിലേക്ക് ആകാശത്തേക്ക് നിങ്ങൾ വെടിവെക്കേണ്ടതില്ല, ചുവപ്പ് കാടും നിങ്ങൾ കാണിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വെടിവെക്കാവുന്നതാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ദിഗന്ധങ്ങൾ മുഴങ്ങിയ ആ മുദ്രാവാക്യം വിളികളിൽ വീണ്ടും വീണ്ടും വന്നുപെരുകിയ ജനസാഗരത്തിനിടയിൽ തടയാൻ വന്നവർക്കെപ്പോഴോ ആത്മവിശ്വാസം ചോർന്നു പോകുന്നത് മാത്രമറിയും. ഒടുവിൽ തടഞ്ഞ ഉദ്യോഗസ്ഥർ തന്നെ ഒരുക്കിക്കൊടുത്ത പാതകളിലൂടെ ആ മഹാജനസാഗരം ലക്ഷ്യം കേന്ദ്രമാക്കി ഒഴുകി. जब से इंसानियत का पड़ा है जवानी पे जमहूरियत की अदा है ना छोटा. വാർത്തകൾ വിശദമായി. ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചും പോലീസ് സന്നാഹത്തെ കാഴ്ചക്കാരാക്കി മാറ്റിയും പെരുമ്പാവൂരിൽ പോപ്പുലർ ഫ്രണ്ടുകാർ റാലി നടത്തി. ജില്ലാ കളക്ടർ ഷേഖ് ഫരീദ് പുറപ്പെടുവിച്ച നിരോധന ഉത്തരവും റൂറൽ SP ഹർഷിത അട്ടല്ലൂരിയുടെ നേതൃത്വത്തിൽ എന്തിനും തയ്യാറായി സർവ്വസന്നാഹമൊരുക്കി നിന്ന വൻ പോലീസ് പടയും മറികടന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ട് റാലി. ഒരു വേള മൊത്തം പോലീസ് വ്യൂഹത്തെ നാലുപാട് നിന്നും ഇരച്ചെത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും യൂണിഫോം ധരിച്ച് റാലിയോടൊപ്പം വന്ന കേഡറ്റുകളും വളഞ്ഞു നിന്നു. ജില്ലാ ഭരണകൂടം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് റാലി തടയാനുള്ള പോലീസിന്റെ തന്ത്രവും ആസൂത്രണവും പിഴച്ചു. ഇതോടെ ഇരച്ചെത്തിയ പോപ്പുലർ ഫ്രണ്ടുകാർ പോലീസ് സേനയെ ബന്ദികളാക്കിയതുപോലെ നിന്നു. പിന്നീട് റൂറൽ SP ഹർഷിതയുടെയും പെരുമ്പാവൂർ DYSP ഹരികൃഷ്ണന്റെയും സംയോജിത തീരുമാനം സംഘർഷം ഒഴിവാക്കുകയും താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ AM റോഡിൽ നിരത്തിയ ബാരിക്കേഡ് മാറ്റി പോപ്പുലർ ഫ്രണ്ടുകാരെ പ്രകടനമായി നീങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നായിരുന്നു റാലി ആരംഭിച്ചത്. റാലിയുടെ മുൻനിരയിൽ സംസ്ഥാന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളും അണിനിരന്നു. ഒരു വശത്ത് അണിയണിയായി ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സൈനിക ചിട്ടയിൽ 1000-ഓളം പോപ്പുലർ ഫ്രണ്ട് കേഡറ്റുകളും മറ്റൊരു വശത്ത് പ്രകടനവും. ഇതിനെല്ലാം പ്രതിരോധ കവചമായി നിൽക്കുന്ന തരത്തിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം അടങ്ങുന്ന വലിയൊരു ആൾക്കൂട്ടവും താലൂക്ക് ആശുപത്രി പരിസരത്തും പെരുമ്പാവൂർ നഗരത്തിന്റെ ഓരോ കോണിലും നിരന്നു. ആയിരക്കണക്കിന് പോപ്പുലർ ഫ്രണ്ടുകാർ ഇരമ്പിയാർത്തും മുദ്രാവാക്യം വിളിച്ചും വിജയാഹ്ലാദം മുഴക്കിയും പത്മവ്യൂഹം തീർത്തു നിന്നപ്പോൾ റൂറൽ SPയും നിരവധി DYSPമാരും CIമാരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും മജിസ്ട്രേറ്റ് പദവിയുള്ള തഹസീൽദാരന്മാരും അടങ്ങുന്ന പോലീസ് ക്രമസമാധാന പാലന സംഘം പകച്ചുപോവുകയായിരുന്നു. സർക്കാർ മെഷീനറി ഊരാക്കുടുക്കിലായ ദുർബല സാഹചര്യത്തിന്റെ ബാരിക്കേഡ് പഴുതിലൂടെ പോപ്പുലർ ഫ്രണ്ട് പ്രകടനവും നിശ്ചല ദൃശ്യങ്ങളും അടങ്ങിയ വാഹന വ്യൂഹവും നിർബാധം കടന്നുപോയി. ഈ സമയം സുഭാഷ് മൈതാനിയിൽ പൊതുസമ്മേളനം ആരംഭിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ സെക്രട്ടറി KM ഷെരീഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി P അബ്ദുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. DGP ജേക്കബ് പുന്നൂസിനെയും കളക്ടർ ഷേഖ് ഫരീദിനെയും റൂറൽ SP ഹർഷിത അട്ടല്ലൂരിയെയും പേരെടുത്ത് പറഞ്ഞ് രൂക്ഷമായി കടന്നാക്രമിച്ചുള്ള പ്രസംഗമായിരുന്നു അബ്ദുൽ ഹമീദിന്റേത്. എറണാകുളം ജില്ലയുടെ ആലുവ റൂറൽ SPയോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അധികം കുറ്റപ്പെടുത്തി. താങ്കളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കയറ് അനേകം താല്പര്യങ്ങളുടെ വക്താവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഫലത്തിൽ ആഗസ്റ്റ് 15-ന് നടക്കാതെ പോയ ഫ്രീഡം പരേഡ് പോലീസ് ഇന്റലിജൻസ് ആസൂത്രണ പിഴവിൽ വിദഗ്ധമായി പോപ്പുലർ ഫ്രണ്ടുകാർ മേഖലാ റാലി എന്ന പേരിൽ നടത്തിയ കാഴ്ചയാണ് പെരുമ്പാവൂരിൽ കണ്ടത്. മെട്രോ ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.